അതെ, അയർലൻഡിൽ നടക്കുന്ന ഇഷ്യൂസിലെ അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാമെന്ന് വിചാരിച്ചു ഞാൻ. യെസ്, നമ്മളുടെ സംസ്കാരവും നമ്മളുടെ പൈതൃകമായിട്ടുള്ള ആർട്സും ഒക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അത് നമ്മുടെ നാട്ടിൽ തന്നെ ഒതുങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ചില കമ്മ്യൂണിറ്റീസ് ക്വയറ്റായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ചിലയിടത്ത്, UK-ലും അയർലൻഡിലും സ്കോട്ട്ലൻഡിലും ഒക്കെ. എൻ്റെ ഒരു അറിവിൽ വെച്ച് പറയണതാണ് കേട്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ളവർ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ ഉള്ള ഈ റെപ്പർക്കഷൻസ് അവരുടെ ആ സ്വൈര്യ ജീവിതത്തിന് അവർക്കൊരു തടസ്സമായിട്ട് തോന്നുന്നുണ്ടാവും. ദേ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ലൗഡ് തിങ്സ് അല്ലേ എന്ന് പറഞ്ഞാൽ. നമുക്കാണെങ്കിൽ ചെണ്ട, പിന്നെ നാദസ്വരം, എന്തൊക്കെയാണ് നമ്മളുടെ നാട്ടിലുള്ള എന്താ പറയുക ആഘോഷങ്ങൾ. അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ്, നമ്മളതിൽ അഭിമാനം കൊള്ളുന്നു, അതിൽ ഞാൻ തർക്കം പറയുന്നില്ല. പക്ഷേ അതിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ യു ഷുഡ് ബി വെരി കെയർഫുൾ. അവിടെയുള്ള ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന പോലെ നമ്മൾ പെരുമാറാൻ പാടില്ല. ദാറ്റ് ഈസ് ദെയർ കൺട്രി. നമ്മൾ അവിടെ എത്ര വന്നാലും ഗസ്റ്റാണ് അല്ലേ. അപ്പോൾ ഒരു അതിഥിയായിട്ടുള്ള നമ്മൾ അവിടെ ചെന്നിട്ട് എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത്, അത് നമ്മൾ തന്നെയല്ലേ ഒരു ചാർട്ട് ഉണ്ടാക്കണ്ടേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിനെ അവർ കുറഞ്ഞ രീതിയിൽ കാണാൻ പാടില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഈ കൾച്ചറൊക്കെ അവിടെ ഷോക്കേസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇന്ത്യയിലുണ്ടല്ലോ, പോയി കാണണം എന്ന് വിചാരിച്ച് വരുന്നവരുണ്ടാവില്ലേ എന്നോർത്തിട്ടാണ്. കാണും, തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ അത് അവർ ജീവിക്കുന്ന ഈ അയർലൻഡിലോ UK-ലോ ഒക്കെ ജീവിക്കുന്ന ആ കൗൺസിലിൻ്റെ എന്താ പറയുക ഒരു ചട്ടക്കൂടുണ്ടാവും. അത് വ്യതിചലിച്ചിട്ട് പോകാൻ പാടില്ല. അങ്ങനെ പോകുമ്പോഴാണ് ഈ മേ ബി അവിടെ വളർന്നു വരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അവിടെ വളർന്നു വരുന്ന നെക്സ്റ്റ് ജനറേഷന് ഒരു ചെറിയ തീപ്പൊരി വീണാൽ മതി, അവർ നമ്മളെ എന്ത് ചെയ്യും, പറ്റില്ല എന്ന് പറയും. നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് നമ്മുടെ വീടെടുക്കൂ, അവിടെ ഒരാൾ വന്ന് ഇങ്ങനെ ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്ന കടക്കൂ പുറത്തെന്ന് പറയില്ലേ നിങ്ങൾ, അത് തന്നെയാണ് അവിടെയൊക്കെ. കുറച്ചുകൂടെ വലുതായിട്ട് ചിന്തിക്കുന്നു, വലിയ ഒരു രാജ്യമാകുന്നു അവിടെ. ആ രാജ്യത്തുള്ള എല്ലാവരും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ എന്താവും നമ്മളുടെയൊക്കെ അവസ്ഥ അല്ലേ, അവിടെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താകും. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കൊട്ടിഘോഷങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ സമാധാനപരമായിട്ട് അവിടെയും ജീവിക്കാൻ സാധിക്കും ഇല്ലേ. ഒന്ന് നോട്ട് ചെയ്യണേ.